എല്ലാം ശരിയാകും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഓരോ പ്രഭാതകാലവും ജീവിക്കാനായിട്ട് നമ്മെ പ്രേരിപ്പിക്കുന്ന പ്രധാന ഘടകം. ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷ, കുടുംബത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ, തലമുറകളെക്കുറിച്ചുള്ള പ്രതീക്ഷ, സാമ്പത്തിക അവസ്ഥയെക്കുറിച്ചുള്ള പ്രതീക്ഷ, ആത്മീയ ജീവിതത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ, ഇന്നല്ലെങ്കിൽ നാളെ ഇപ്പോഴുള്ള അവസ്ഥകൾക്ക് മാറ്റമുണ്ടാകുമോ എന്നുള്ളൊരു വലിയ പ്രതീക്ഷ. അതാണ് ഓരോ ദിവസവും നമ്മെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന പ്രധാന ഘടകം. എന്നാൽ പുറപ്പാട് പുസ്തകത്തിൽ എല്ലാ പ്രതീക്ഷകളും അവസാനിച്ച്, എല്ലാവരാലും പ്രതീക്ഷകൾ അവസാനിച്ച ശക്തനായ ഒരു നേതാവിനെക്കുറിച്ച് പരിശുദ്ധാത്മാവ് നമ്മെ ചൂണ്ടിക്കാണിക്കുന്നു. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം മുതലാണ് ഇസ്രായേലിനെ നയിച്ചവനായ ശക്തനായ മോശയുടെ ജീവചരിത്രം ആരംഭിക്കുന്നത്. ഒരാൺതലമുറ പോലും ഇസ്രായേൽ പാളയത്തിൻ്റെ അകത്തളത്തിൽ ഒരു കൂടാരത്തിലും ജനിക്കരുത്, ജനിച്ചു കഴിഞ്ഞാൽ അവനെ വളരാൻ അനുവദിക്കരുതെന്ന് ശക്തമായ രാജകൽപ്പന നിലനിൽക്കുമ്പോഴാണ് മോശക്കുഞ്ഞിന് ജനനം സംഭവിക്കാനിടയായിത്തീരുന്നത്. ജനിച്ച 3 മാസം അപ്പനും അമ്മയും അവനെ ഒളിപ്പിച്ചു വെക്കാനിടയായിത്തീർന്നു. അവനെ വളർത്തുവാനുള്ളൊരു ആഗ്രഹം, അവനെ ജീവനോടെ കാണുവാനുള്ള ആഗ്രഹം അപ്പൻ്റെയും അമ്മയുടെയും ഹൃദയത്തിൻ്റെ അകത്തളത്തിൽ അതിയായി ഉള്ളതുകൊണ്ട് അവനെ ഒളിപ്പിച്ചു വെക്കാൻ ഇടയായിത്തീർന്നു. എന്തോ ഒരു പ്രതീക്ഷ അവരുടെ ഹൃദയത്തിൻ്റെ അകത്തളത്തിൽ ഉണ്ടായിരുന്നു. ഈ കുഞ്ഞിനെ നമുക്ക് വളർത്തുവാൻ കഴിയും, ഈ കുഞ്ഞിനെ നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകുവാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ. എന്നാൽ 3 മാസം മാത്രമേ അപ്പനും അമ്മയ്ക്കും കൂടാരത്തിൻ്റെ അകത്തളത്തിൽ അവനെ ഒളിപ്പിച്ചു വെക്കുവാൻ കഴിഞ്ഞിരുന്നുള്ളൂ. 3-ാമത്തെ മാസം കഴിയുമ്പോൾ അവർ ചിന്തിക്കുന്നതിലും അധികമായിട്ട് അവർക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ മോശയുടെ വളർച്ച സംഭവിച്ചപ്പോൾ അവനെ ഒളിപ്പിച്ചു വെക്കുന്നത് അസാധ്യമെന്ന് അപ്പനും അമ്മയ്ക്കും മനസ്സിലാകാനിടയായി. എന്തോ വലിയൊരു പ്രതീക്ഷ ജനിപ്പിച്ച അപ്പനും അമ്മയ്ക്കും മോശയുടെ ജീവിതത്തിന് മേൽ ഉണ്ടായിരുന്നു. അതല്ലേ അവനെ ഒളിപ്പിച്ചു വെക്കാനിടയായിരുന്നത്. ഒരു പക്ഷേ ഈ കുഞ്ഞിനെ തങ്ങൾക്ക് വളർത്തുവാൻ കഴിയും, ഈ കുഞ്ഞിനെ തങ്ങൾക്ക് ഒളിപ്പിച്ച്, അതായത് രാജകൽപ്പനയെ ഭേദിച്ചുകൊണ്ട് രാജകിങ്കന്മാരെ ആരെയും കാണാതെ തങ്ങൾക്ക് വളർത്തുവാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ ഈ കുഞ്ഞിന് മേൽ അവർക്കുണ്ടായിരുന്നു. എന്നാൽ ആ പ്രതീക്ഷകളെയൊക്കെ തകിടം മറിച്ചുകൊണ്ട് അവർക്ക് ഒളിപ്പിച്ചു വെക്കുവാൻ കഴിയാത്ത രീതിയിൽ ആ കുഞ്ഞിൻ്റെ വളർച്ച സംഭവിക്കാനിടയായി. എൻ്റെ പ്രസംഗ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പനും അമ്മയ്ക്കുമുള്ളൊരു പ്രതീക്ഷയുണ്ടല്ലോ. ആ കുഞ്ഞ് ആ കൂടാരത്തിൻ്റെ അകത്തളത്തിൽ ജനിച്ചപ്പോൾ അതൊരു ആൺതലമുറയാണെന്ന് കണ്ടപ്പോൾ അധികം സന്തോഷമുണ്ടായി. അന്നത്തെ കാലഘട്ടമല്ലേ ആൺതലമുറകൾക്ക് ഏറ്റവും വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലഘട്ടം. അതെ, അവനെ ഒളിപ്പിച്ചു വെച്ച് താമസിപ്പിച്ചാൽ, അവനെ ഒളിപ്പിച്ചു വെച്ച് വളർത്തിക്കഴിഞ്ഞാൽ എന്തോ അവരുടെ ജീവിതത്തിനൊരു മാറ്റമുണ്ടാകുമെന്നൊരു പ്രതീക്ഷ. എന്നാൽ തിരുവചനം പറയുന്നു, അവരുടെ പ്രതീക്ഷയുടെ മേൽ ആണിയടിക്കുന്നത് പോലെ, അല്ലെങ്കിൽ അവരുടെ പ്രതീക്ഷ അസ്തമിക്കുന്നത് പോലെ അവൻ്റെ വളർച്ച അനിയന്ത്രിതമായിട്ട് സംഭവിക്കാനിടയായി. അതുകൊണ്ട് അവനെ ഒളിപ്പിച്ചു വെക്കുന്നത് അവർക്ക് അസാധ്യമാകുവാനിടയായി തീർന്നു. ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ജനിപ്പിച്ച അപ്പനും അമ്മയ്ക്കും ഇപ്പോൾ അവനെ വളർത്തുവാനുള്ള സകല പ്രതീക്ഷകളും അവസാനിക്കാനിടയായി. ഈ പ്രഭാതകാലം എന്നെ കേൾക്കുന്ന ക്രിസ്തുവിൻ്റെ സഹോദരങ്ങളെ, ജനിപ്പിച്ച കുഞ്ഞുങ്ങളെക്കുറിച്ച് എന്തൊക്കെയോ പ്രതീക്ഷകൾ ഇന്നലകളിൽ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന സാഹചര്യം, നിങ്ങൾ നേരിടുന്ന പ്രതികൂല സാഹചര്യം, ഈ സാഹചര്യത്തിൽ ഈ കുഞ്ഞിനെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ നിങ്ങൾക്ക് വളർത്തുവാൻ കഴിയുന്നില്ല. നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ അവൻ്റെ ആവശ്യങ്ങളെ നിങ്ങൾക്ക് മീറ്റ് ചെയ്യുവാൻ കഴിയുന്നില്ല, അവൻ്റെ ആവശ്യങ്ങളെ ചെയ്തു കൊടുക്കാൻ കഴിയുന്നില്ല. എന്തോ ജനിപ്പിച്ചു കഴിഞ്ഞു, പക്ഷേ എനിക്ക് അവന് ആവശ്യമുള്ളതൊന്നും കൈമാറുവാൻ കഴിയുന്നില്ല എന്ന ഒരു ആകുലതയോടെ, എന്ന ഒരു വിഷമത്തോടു കൂടെ, എന്ന ഒരു ചിന്തയോടുകൂടെ ഇരിക്കുന്ന ക്രിസ്തുവിൽ എൻ്റെ സഹോദരങ്ങളെ, എൻ്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി വഴികളെ തുറക്കുവാൻ ഇടയായിത്തീരും. ജനിപ്പിച്ച അപ്പനും അമ്മയ്ക്കും മോശയുടെ മേലുള്ള പ്രതീക്ഷ അവസാനിക്കാനിടയായിത്തീർന്നു. തിരുവചനം പറയുന്നു, അവനെ ഒളിപ്പിച്ചു വെക്കുന്നത് അസാധ്യമായതുകൊണ്ട് മോശയുടെ സഹോദരിയായ മിരിയാം അവനെ കൂടാരത്തിൻ്റെ അകത്തളത്തിൽ നിന്നും എടുത്തുകൊണ്ടൊരു ഞാങ്ങണപ്പെട്ടിയിലാക്കി നൈൽ നദിയിൽ അവനൊരു ഭാഗത്ത് വയ്ക്കാനിടയായിത്തീർന്നു. രണ്ടാമത് തിരുവചനം പറയുകയാണ്, ഇതാ ഫറവോൻ്റെ പുത്രിയായിരിക്കുന്നവൾ കടന്നു വന്ന മോശക്കുഞ്ഞിനെ നൈൽ നദിയിൽ നിന്നും എടുത്ത് അവനെ നൈൽ നദിയിൽ നിന്ന് വലിച്ചെടുത്തത് കൊണ്ട്, വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തത് കൊണ്ട് മോശ എന്നൊരു നാമം നൽകി കൊട്ടാരത്തിൻ്റെ അകത്തളത്തിൽ അവനെ വളർത്തുവാനിടയായിത്തീർന്നു. ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ജനിപ്പിച്ചവർക്ക് അവൻ്റെ മേലുള്ള പ്രതീക്ഷ അവസാനിച്ചപ്പോൾ അവനെക്കുറിച്ചൊരു പ്രതീക്ഷ കൈമാറി, അല്ലെങ്കിൽ അവനെക്കുറിച്ചൊരു പ്രതീക്ഷ ഹൃദയത്തിൻ്റെ അകത്തളത്തിൽ അങ്കുരിച്ചതുകൊണ്ട് അവനൊരു വളർത്തമ്മയെ കൊട്ടാരത്തിൻ്റെ അകത്തളത്തിൽ ലഭിക്കാൻ ഇടയായിത്തീർന്നു.
നീണ്ട 40 വർഷത്തെ വളർച്ചയ്ക്ക് ശേഷം മോശയുടെ ജീവിതത്തിൽ മാറ്റുവാൻ കഴിയാത്ത ഒരു സംഭവം, അവന് തിരുത്തുവാൻ കഴിയാത്ത ഒരു കാര്യം സംഭവിക്കുകയാണ്. നമുക്ക് ആ തിരുവചനം അറിയാം. ഇതാ, ഒരു മിസ്രയീമിനെ അവൻ അടിച്ചുകൊന്ന് മണ്ണിൽ പൂഴ്ത്തുവാൻ ഇടയായിത്തീർന്നു. കാര്യം ദേശത്തിലേക്ക് പാട്ടാകാനിടയായി. ഇത് കൊട്ടാരത്തിലേക്കും കടന്നു ചെല്ലാനിടയായി. എന്തൊക്കെയോ വളരെ വലിയ പ്രതീക്ഷയോടുകൂടെ മോശയെ കൊട്ടാരത്തിൻ്റെ അകത്തളത്തിൽ വളർത്തിയവരായ മോശയുടെ വളർത്തമ്മയ്ക്ക് അവനെക്കുറിച്ച് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ കൊട്ടാരത്തിൻ്റെ അകത്തളത്തിൽ കൊണ്ടുപോയി മോശയെ വളർത്തുവാനിടയായിത്തീർന്നത്. മോശയ്ക്ക് മിസ്രയീമിൻ്റെ വിദ്യാഭ്യാസം സകലതും നൽകാനിടയായി. അവിടെ കായിക അഭ്യാസങ്ങൾ സകലതും നൽകാനിടയായിത്തീർന്നു. എന്തോ ഒരു പ്രതീക്ഷ മോശയുടെ വളർത്തമ്മയ്ക്കും മോശയുടെ മേൽ ഉണ്ടായിരുന്നു. 40 വർഷത്തെ പ്രതീക്ഷ ഒരൊറ്റ പ്രവൃത്തി കൊണ്ട് അവസാനിക്കാൻ ഇടയായിത്തീർന്നു. അതേ, മിസ്രയീമിൻ്റെ രാജാവ് ഒരു സാഹചര്യം കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മോശയെ തൻ്റെ കൺമുൻപിൽ കിട്ടിക്കഴിഞ്ഞാൽ അവനെ ജീവനോടെ ഇല്ലാതെയാക്കുമെന്നുള്ളൊരു ഭയം മോശയുടെ ഉള്ളിൽ അങ്കുരിക്കാൻ അല്ലെങ്കിൽ ഉടലെടുക്കാൻ ഇടയായിത്തീർന്നു. ഇത് നിമിത്തം കൊട്ടാരത്തിൽ നിന്ന് മോശ ഓടി രക്ഷപ്പെടുകയാണ്. രണ്ടാമത്തെ ഭാഗം ശ്രദ്ധിക്കുക. ജനിപ്പിച്ചവർക്ക് അവൻ്റെ മേലുള്ള പ്രതീക്ഷകൾ അവസാനിച്ചു. രണ്ടാമത് വളർത്തിയവർക്ക് അവൻ്റെ മേലുള്ള പ്രതീക്ഷകൾ മുഴുവൻ തകിടം മറിക്കുന്ന രീതിയിലൊരു സംഭവം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുകയാണ്. അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട മോശ ചെന്നെത്തുന്നത് ഇതാ ഇത്രോവിൻ്റെ കൂടാരത്തിൻ്റെ അകത്തളത്തിലാണ്. മോശയുടെ തടിമിടുക്കും മോശയുടെ കാര്യപ്രാപ്തിയുമൊക്കെ കണ്ടിട്ട് തൻ്റെ ഒരു മകളെ മോശയ്ക്ക് ഇത്രോവ് വിവാഹം കഴിച്ചു കൊടുക്കുകയാണ്. അതുമാത്രമല്ല, താൻ നോക്കി നടത്തുന്ന തൻ്റെ ആടുമാടുകളെ ഇനി മുതൽ നിയന്ത്രിക്കുന്നത്, ഇനി മുതൽ അതിൻ്റെ കാര്യാദികൾ ചെയ്യുന്നത് മോശയാണെന്നുള്ള രൂപേണ, അല്ലെങ്കിൽ മോശയാണെന്ന നിശ്ചയത്തോടുകൂടി അതിൻ്റെ സകലത്തിൻ്റെയും നിയന്ത്രണം മോശയുടെ കരത്തിൽ കൊടുക്കുകയാണ്. ഇതാ, ദൈവത്തിൻ്റെ പർവ്വതമായ ഹോറേബുകളും മോശ ആടുകളെ മേയിച്ച് നയിക്കാൻ ഇടയായിത്തീർന്നു. എന്നാൽ ഹോറേബിൽ വെച്ച് ദൈവീക ഇടപെടൽ, ദൈവീക പ്രവൃത്തി അല്ലെങ്കിൽ ദൈവീക സന്ദർശനം മോശയ്ക്കുണ്ടായതിനു ശേഷം ഇതാ ഇത്രോവിനൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞില്ലേ. തൻ്റെ കുടുംബത്തെ നോക്കും, തൻ്റെ ബിസിനസ്സിനെ ഇനി മോശ നോക്കും, തൻ്റെ കുഞ്ഞുങ്ങളെ ഇനി മോശ നോക്കും, താൻ വിവാഹം കഴിച്ചു കൊടുത്ത തൻ്റെ മകളെ മോശ അനുഗ്രഹമായിട്ട് നോക്കും. അങ്ങനെ പലവിധ പ്രതീക്ഷകൾ അമ്മായപ്പനായ ഇത്രോവിന് മോശയെക്കുറിച്ചുണ്ടായിരുന്നു. എന്നാൽ ഹോറേബിൽ ദൈവീക ഇടപെടൽ ഉണ്ടായ സമയത്ത് മോശയുടെ മേൽ ഇത്രോവിനുണ്ടായിരുന്ന പ്രതീക്ഷകളും അസ്തമിക്കാൻ ഇടയായിത്തീർന്നു. ഇതായിരുന്നു ഇത്രോവിന് മോശയുടെ മേലുള്ള പ്രതീക്ഷയെന്ന് ഞാൻ പറഞ്ഞു. അവൻ്റെ കുടുംബത്തെ നോക്കും, അവൻ്റെ ബിസിനസ്സിനെ ഇനി മുൻപോട്ട് നയിക്കും, അവൻ്റെ ആടുമാടുകളെ മുൻപോട്ട് നയിക്കും. എന്നാൽ ആ പ്രതീക്ഷകളൊക്കെ തകിടം മറിച്ചുകൊണ്ടൊരു ദൈവിക സന്ദർശനം മോശയുടെ ജീവിതത്തിന് മേൽ ഉണ്ടാകുകയാണ്. ദൈവീക ഇടപെടൽ ഒരു പക്ഷേ ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഒരു പ്രസംഗ ഭാഷയിൽ അങ്ങ് പറയുകയാണ്, താൻ കൈമാറിയ ആടുമാടുകളെയൊക്കെ തിരിച്ച് ഭവനത്തിൽ കൊണ്ടുവന്ന് ഇത്രോവിൻ്റെ കരത്തിൽ കൊടുത്തുകൊണ്ട് എനിക്ക് ദൈവീക സന്ദർശനമുണ്ടായി, ഇനി ഞാൻ ദൈവീക വേലയ്ക്ക് വേണ്ടി പോകുകയാണെന്ന് പറഞ്ഞുകൊണ്ട് മോശ ഇറങ്ങുമ്പോൾ മോശയുടെ മേൽ താൻ വച്ചിരുന്ന എല്ലാ പ്രതീക്ഷകളും അവസാനിച്ചല്ലോ എന്ന് നിരാശയോടെ ഒരുപക്ഷെ ഇത്രോവ് മോശയെ നോക്കിക്കാണുമായിരിക്കാം. ദൈവീക ഇടപെടൽ, ദൈവീക സന്ദർശനം അത് മോശയ്ക്ക് ലഭിച്ചത് ഇത്രോവിൻ്റെ ഹൃദയത്തിൽ ഒരുപക്ഷെ സന്തോഷമുണ്ടാക്കുന്ന കാര്യമായിരിക്കാം. പക്ഷേ ഇത്രോവിന് തനിക്കുണ്ടായിരുന്ന, തൻ്റെ മേലുണ്ടായിരുന്ന ഒരു പ്രതീക്ഷയുണ്ടല്ലോ, അത് അവസാനിക്കാൻ ഇടയായിത്തീർന്നു. നോക്കുക, ഹോറേബിൽ ദൈവീക ഇടപെടൽ മോശയ്ക്കുണ്ടായ സമയത്ത് മോശയും സർവശക്തനായ ദൈവവും തമ്മിലുള്ള കോൺവെർസേഷൻ്റെ ഇടയിൽ, അല്ലെങ്കിൽ സംസാരത്തിൻ്റെ ഇടയിൽ മോശ ദൈവത്തോട് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഞാൻ തടിച്ച നാവുള്ളവൻ, ഞാൻ വിക്കുള്ളവൻ, എനിക്ക് സംസാരിക്കുവാൻ കഴിയത്തില്ല. അപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, മോശയെ ജനിപ്പിച്ച അപ്പനും അമ്മയ്ക്കും മാത്രമല്ല, മോശയെ വളർത്തിയ വളർത്തമ്മയ്ക്ക് മാത്രമല്ല, മോശയ്ക്ക് തൻ്റെ മകളെ വിവാഹം ചെയ്തു കൊടുത്ത മോശയുടെ അമ്മായിപ്പനായ ഇത്രോവിന് മാത്രമല്ല, മോശയ്ക്ക് പോലും തൻ്റെ ജീവിതത്തെക്കുറിച്ച് വലിയ പ്രതീക്ഷകളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ എല്ലാ സമയത്തും മോശ പറയുന്നൊരു കാര്യമായിരിക്കാം, ഈ തടിച്ച നാവും വിക്കുമില്ലായിരുന്നെങ്കിൽ എനിക്ക് എത്രയോ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുമായിരുന്നു. ഈ ഒരു ബലഹീനത എൻ്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എത്രമാത്രം മാന്യതയുള്ളവനാകുവാൻ ഇടയായി അങ്ങനെ ഒരുപക്ഷെ പല സന്ദർഭങ്ങളിൽ, പല സാഹചര്യങ്ങളിൽ മോശ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. നോക്ക്, ഇവിടെ സർവശക്തനായ ദൈവത്തോടുള്ള സംസാരത്തിനിടയിലും മോശയ്ക്കൊന്നേ പറയാനുള്ളൂ, എനിക്ക് കഴിവില്ല, എനിക്കതിന് കഴിവില്ല, ഞാനിങ്ങനെ ഒരു ബലഹീനനാണ്. അതായത് മോശയ്ക്ക് പോലും തൻ്റെ ജീവിതത്തെക്കുറിച്ച് വലിയ പ്രതീക്ഷകളൊന്നും ഇല്ലായിരുന്നു.
എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഹോറേബിൽ സർവശക്തനായ ദൈവം മോശയോട് ഇടപെട്ട് സംസാരിക്കുകയാണ്. ഞാൻ എൻ്റെ ജനമായ മിസ്രയീമിലുള്ള സകല കഷ്ടതകളും കാണുവാനിടയായി. അവരെ മിസ്രയീമിൻ്റെ അടിമത്തത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ നിന്നെ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നു. എല്ലാ പ്രതീക്ഷകളും അവസാനിച്ച ഒരു വ്യക്തിയെ, അതായത് ജനിപ്പിച്ച അപ്പനും അമ്മയ്ക്കുമുള്ള പ്രതീക്ഷ, വളർത്തമ്മയ്ക്കുള്ള പ്രതീക്ഷ, അവൻ്റെ അമ്മായിയപ്പനുള്ള പ്രതീക്ഷ, തനിക്ക് പോലും തന്നെക്കുറിച്ചുള്ള പ്രതീക്ഷ, ഇത് സകലതും അവസാനിച്ചിരിക്കുമ്പോൾ സർവശക്തനായ ദൈവം ഒരു വ്യക്തിയോട് പറയുകയാണ്. എൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, സീറോയിൽ നിൽക്കുന്ന, ജീവിതത്തിൽ ഒരു കാര്യം പോലും തനിക്ക് അനുകൂലമായി സംഭവിക്കത്തില്ലെന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സർവശക്തനായ ദൈവം വെളിപ്പെട്ടിട്ട് പറയുകയാണ്, ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. നിൻ്റെ ജീവിതത്തെക്കുറിച്ച് എനിക്കൊരു പ്രതീക്ഷയുണ്ട്. എല്ലാ പ്രതീക്ഷകളും അവസാനിച്ചാലും മോശെ, നിന്നെക്കുറിച്ചുള്ള എൻ്റെ പ്രതീക്ഷ അതൊരിക്കലും അവസാനിക്കുക ഇല്ല. നിൻ്റെ അപ്പനും അമ്മയ്ക്കും, നിൻ്റെ വളർത്തമ്മയ്ക്കും, നിൻ്റെ അമ്മായിച്ചനും, ഒരുപക്ഷെ നിനക്ക് പോലും നിന്നെക്കുറിച്ചൊരു പ്രതീക്ഷയില്ലാതെ ഇരിക്കുമ്പോൾ മോശെ, ഞാൻ നിന്നോട് പറയുന്നു, എനിക്ക് നിന്നെക്കുറിച്ചൊരു പ്രതീക്ഷയുണ്ട്. മറ്റെല്ലാ പ്രതീക്ഷകളും അവസാനിക്കുമ്പോഴും എനിക്ക് നിന്നെക്കുറിച്ചുള്ള പ്രതീക്ഷകൾക്ക് ഭംഗം വരികയില്ല. അത് നിശ്ചയമായിട്ടും സംഭവിക്കാൻ ഇടയായിത്തീരും. ഞാൻ നിൻ്റെ മേൽ വെച്ചിരിക്കുന്ന പ്രതീക്ഷ അത് നിശ്ചയമായിട്ടും സംഭവിക്കുക തന്നെ ചെയ്യും. അത് സംഭവിച്ചു. തിരുവചനം നമ്മളോട് പറയുന്നു, മിസ്രയീമിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേലിനെ നയിച്ചുകൊണ്ട് പുറത്തു വരുമ്പോൾ ഇതാ മരുഭൂമിയിൽ വെച്ച് യിത്രോവ് പറയുന്നുണ്ട്, ഈ വലിയൊരു ജനസമൂഹത്തെ നയിപ്പാൻ നിനക്ക് പോരാത്തത് കൊണ്ട് നീ കുറെ സഹായികളെ നിനക്ക് അണ്ടറിൽ കൊണ്ടുവരണം. അവർ അത് നയിക്കട്ടെ. അവർക്ക് പരിഹരിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ നിൻ്റെ അടുക്കൽ കൊണ്ടുവരട്ടെ. ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ, സംസാരിക്കാൻ കഴിയാത്ത ഒരുവനെ, സംസാരിക്കാൻ വിക്കുള്ള ഒരുവനെ, അപ്പനും അമ്മയ്ക്കും പ്രതീക്ഷ അവസാനിച്ച വളർത്തമ്മയ്ക്ക് പ്രതീക്ഷ അവസാനിച്ച, അമ്മായിപ്പിന് പ്രതീക്ഷ അവസാനിച്ച, തനിക്ക് പോലും പ്രതീക്ഷയില്ലാതെ ഇരുന്ന ഒരു മോശയെ ഒരു മെഗാസഭയുടെ, ഒരു മെഗാ ചർച്ചിൻ്റെ പാസ്റ്ററാക്കി സർവശക്തനായ ദൈവം മാറ്റാനിടയായി. ഈ പ്രഭാതകാലം ജീവിതത്തെക്കുറിച്ച് യാതൊരു പ്രതീക്ഷകളും ഇല്ലാതെ ഇരിക്കുന്ന വ്യക്തിത്വങ്ങളെ, എല്ലാ പ്രതീക്ഷകളും അവസാനിച്ചിരിക്കുന്നവരെ ഈ തിരുവചനം നിങ്ങളോടാണ് ഇടപെടുന്നത്. സർവശക്തനായ ദൈവത്തിന് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഒരു പ്രതീക്ഷയുണ്ട്. എല്ലാ പ്രതീക്ഷകളും അവസാനിച്ചാലും, എല്ലാവരാലുമുള്ള പ്രതീക്ഷകൾ അവസാനിച്ചാലും, സർവശക്തനായ ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പ്രതീക്ഷകൾക്ക് ഭംഗം വരികയില്ല. വിശ്വസിച്ച് ദൈവകാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കുക. കർത്താവിന് നമ്മുടെ മേലുള്ള, നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ അവസാനിച്ചിട്ടില്ല. ഒറ്റ വാക്കിൽ പ്രാർത്ഥിച്ച് ഈ സന്ദേശത്തെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നിത്യപിതാവേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല കർത്താവേ, ഇന്ന് പ്രഭാതകാലം ഈ വചനം കേട്ടവരുടെ മേൽ അങ്ങേക്കുള്ള സകല പ്രതീക്ഷകളും വരും ദിവസങ്ങളിൽ നിവർത്തി പദത്തിലേക്ക് വരുന്നതിനായി സ്തോത്രം. എല്ലാ പ്രതീക്ഷകളും അവസാനിച്ചിരിക്കുന്നവരുടെ മേൽ പ്രതീക്ഷയുടെ അടുത്ത ഒരു ആരംഭം ശക്തനായ ദൈവമേ അങ്ങ് തന്നെ കൈമാറുന്നതിനായി നന്ദി പറയുന്നു. തിരുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു, ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ തന്നെ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ആൾ.